ഞാൻ ഷിയ ഇറാനെ വൈറ്റ് വാഷ് ചെയ്യുന്നു എന്ന ആരോപണവുമായി ഇപ്പോഴും ഒറ്റപ്പെട്ട ചില മുജാഹിദുകൾ എന്ന് പറയുന്നവർ സാമൂഹ്യ മാധ്യമത്തിൽ കറങ്ങി നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ട്രംപിനും നെതന്യാഹുവിനും പുട്ടിയിട്ട് കൊടുക്കുന്ന ജോലിയുമായി ഈ സന്ദർഭത്തിൽ നല്ല ആരോഗ്യത്തോടെ സൗന്ദര്യത്തോടെ ഇറാനിലെ മനുഷ്യരെ കൊന്നൊടുക്കാനും ആ രാജ്യത്തെ ഇല്ലാതാക്കാനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് അവരെ പുട്ടിയിട്ട് ഒരുക്കി വിടുന്ന ആധുനിക കാലത്തെ ബ്യൂട്ടി പാർലർ ജോലി നടത്തുന്ന ആ ദൗത്യം ഏർപ്പെടുന്ന ചില ഒറ്റപ്പെട്ട മുജാഹിദുകൾക്ക്, എല്ലാ മുജാഹിദുകൾക്കും ഇല്ല, ഒറ്റപ്പെട്ട മുജാഹിദുകൾക്കാണ് വൈറ്റ് വാഷ് ചെയ്യുന്നിടത്ത് എന്നെ കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വൈറ്റ് വാഷ് ചെയ്യുന്നത് പീഡനത്തിനിരയാവുന്ന, മർദ്ദിക്കപ്പെടുന്ന, അകാരണമായി ആക്രമിക്കപ്പെടുന്ന ഒരു ജനതയോടൊപ്പമാണ് ഞാൻ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ അവരോടൊപ്പം, മർദ്ദിതനോടൊപ്പം, അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന യാതൊരു നീതീകരണവുമില്ലാത്ത ലോകത്തിലെ വിനാശകരമായ ശക്തികൾക്കെതിരെ നിലപാട് സ്വീകരിക്കലാണ് ധാർമ്മികതയെന്നും മനുഷ്യത്വമെന്നും വിശ്വസിക്കുന്ന വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട അനേകം കോടി ജനങ്ങളുടെ നിലപാടുകാരുടെ, നിരീക്ഷകരുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഞാൻ നീതിക്ക് വേണ്ടി സംസാരിക്കുന്നത്. എന്നാൽ മറുവശത്ത് ഇത് പ്രചരിപ്പിക്കുന്ന ഒറ്റപ്പെട്ടവരുടെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, അവരെ സംബന്ധിച്ചിടത്തോളം എന്തിനും ഏതിനും എവിടെയും ഈ മണപ്പിക്കലും തപ്പലും വിയോജിക്കലും ഒരച്ചു നോക്കലും നക്കി നോക്കലും ആയി നടന്ന് തൗഹീദിൽ പോലും നക്കി ഇല്ല കുരുടൻ ആനയെ കണ്ടതുപോലെ കാലും പിടിച്ചു പോയി, വാലും പിടിച്ചു പോയി, തുമ്പിക്കൈയും പിടിച്ചു പോയി, അങ്ങനെ പോയി വട്ടം തിരിയുന്നവരാണ് ഇതിലും അതുപോലെ ചിലതൊക്കെ നക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഒരാളെന്നോട് പറഞ്ഞു, ഒരു വീഡിയോയിൽ പറയുന്നത്രേ, കാംനയി മരണപ്പെട്ടു, അൽഹംദുലില്ലാ. ഞാൻ അവരോട് പറഞ്ഞു, ഇത്തരത്തിലുള്ള ഈ ഒറ്റപ്പെട്ട ചില മുജാഹിദുകാർ അല്ലെങ്കിൽ അതുപോലുള്ള ചില വിശ്വാസക്കാരുടെ ഒരു പ്രത്യേകത എന്തെന്നറിയോ? അവരുടെ വാപ്പ സുന്നിയായി മരിച്ചു പോയി എന്നിരിക്കട്ടെ. ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിൻ്റെ വാപ്പ അങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്തേ, നിൻ്റെ വാപ്പ അങ്ങനെ മരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പ നരകത്തിലെ വിറകുകൊള്ളിയായി അവിടെ നിന്ന് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ചിരിക്കുന്ന മാനസികാവസ്ഥയുള്ളവരാണ് ഇവർ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കാംനയി മരണപ്പെടുന്നതോ അല്ലെങ്കിൽ വേറൊരാൾ മരണപ്പെടുന്നതോ ഒന്നും ഇവർക്കൊരു വിഷയമേ അല്ല. ഇവർ ഐഷ റളിയല്ലാഹു അൻഹയുടെ കാര്യം പറഞ്ഞ് വടിക്കെ താമസിക്കുന്ന ഐഷാത്തയുമായിട്ട് പിണങ്ങും, വഴക്കുണ്ടാക്കും, 10 പൈസയും കൊടുക്കത്തില്ല. അവർ നരകത്തിലാണ് എന്ന തരത്തിൽ വിലയിരുത്തി ഇവർ മാത്രമാണ് സ്വർഗത്തിൽ പോകുന്നത്, വാപ്പയും ഉപ്പുപ്പയും എല്ലാം നരകത്തിൽ വിറകുകൊള്ളികളായി പതിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് സന്തോഷം കൂറാൻ ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല. അങ്ങനൊരു മടിയും തത്വവും ഒന്നുമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സന്ദർഭത്തിലും ഇതൊന്നും തിരയുന്നതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇവർ റെഫറൻസായിട്ട് കുറച്ച് കാര്യങ്ങൾ പാളയം പള്ളിയിൽ നിന്ന് എടുക്കും, കുറച്ച് കാര്യങ്ങൾ ഭീമാ പള്ളിയിൽ നിന്ന് എടുക്കും, കുറച്ച് ഹറമിയിൽ നിന്ന് എടുക്കും, കുറച്ച് ജെമിനിയിൽ നിന്ന് എടുക്കും, കുറച്ച് ചാറ്റ് GPT നിന്ന് എടുക്കും. ഇങ്ങനെയാണ് ഇവരുടെ രീതി. ഇവർക്ക് വേണ്ടത് കുറേശ്ശെ വേണ്ടെടുത്ത് നിന്ന് എടുക്കും. ഇപ്പോൾ ഇവർ സൗദി അറേബ്യയിലോ വേറൊരു രാജ്യത്തോ നിൽക്കുകയാണെങ്കിൽ അവിടുത്തെ തൗഹീദിൻ്റെ ചില ഘടകങ്ങൾ അവിടെ നിന്ന് എടുക്കും. അവിടുത്തെ അനിസ്ലാമികതയെക്കുറിച്ച് വേറെന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അവർ മുണ്ടുകയേയില്ല, അവിടെ നിന്നും അവർ തർക്കിക്കുകയില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സൗദി അറേബ്യയിലെ എത്രയോ പ്രവിശ്യകളിൽ ഷിയ വിഭാഗത്തിൽപ്പെടുന്നവർക്കാണ് ഭൂരിപക്ഷം. സൗദി അറേബ്യയിലെ പല പ്രാദേശിക ഭരണകൂടങ്ങളിലും ഷിയ പ്രതിനിധികൾക്ക് നിയമപരമായ പ്രാതിനിധ്യം അവർ നൽകിയിട്ടുണ്ട്. എന്തിന്? ഫഹദ് രാജാവിൻ്റെ ഒരു ഭാര്യ പോലും ഷിയ വിഭാഗത്തിൽപ്പെടുന്നവരായിരുന്നു. അവർക്ക് ഈ നടത്തുന്ന സംഗതി അവിടെ ഒരു യോഗം വെച്ച്, അവിടെ ഒരു മീറ്റിംഗ് വെച്ച് ഇതുപോലെ പ്രസംഗിക്കാൻ ഒക്കുമോ? ഷിയാക്കൾക്കെതിരെ വിവരം അറിയും. അബഹയിലും അതുപോലെ തന്നെ അൽക്കോബാറിലും ഖമീസ് മുഷിയാത്തിലും ഒക്കെ അടങ്ങുന്ന, ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, എത്രയോ പ്രവിശ്യകളിൽ അവരാണ് അവിടെ കൂടുതൽ. അപ്പോൾ അവരുടെ ഒരു പ്രത്യേകത എന്തുവാന്ന് വെച്ചാൽ, അവരിതിന് വ്യത്യസ്തമായ സംഗതികൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ് എടുക്കുന്നത്. ഈ സുന്നികളിലൊക്കെ പെടുന്നവർക്ക് എങ്ങനെയാണെന്നറിയാമോ?
അവരവരുടെ ഒരു പ്രമാണത്തെ കയറി പിടിച്ചാൽ ആ പ്രമാണം വെച്ച് അവരെല്ലാത്തിനെയും ന്യായീകരിക്കാൻ ശ്രമിക്കും. ഇവർ പ്രമാണം വിട്ട് പിടിക്കും. കുറച്ച് അവിടുന്ന്, കുറച്ച് ഇവിടുന്ന്, കുറച്ച് ജർമ്മനിയിൽ നിന്ന്, കുറച്ച് ജർമ്മനിയിൽ നിന്ന്. ഇവരുടെ ഒരു നിലപാട് കണ്ടാൽ, ഇവരുടെ ഒരു ആവേശം കണ്ടാൽ നമുക്ക് തോന്നുന്നത് പക്കാ സുന്നികളായ 2 പേർ. ആരൊക്കെ? ട്രംപും നെതന്യാഹുവും. സുന്നത്ത് ആദർശങ്ങളെ മുറുകെ പിടിക്കുന്ന, സുന്നത്തിൻ്റെ ദർശനങ്ങളെ ചേർത്ത് പിടിക്കുന്ന, സുന്നത്ത് ദർശനങ്ങൾ ഈ ലോകത്ത് ഹയാത്താക്കാൻ വേണ്ടി പാടുപെടുന്ന, ബിദ്അത്തുകൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഇവർ 2 പേരുടെ നേതൃത്വത്തിൽ ഒരു വലിയ തൗഹീദിൻ്റെ പട്ടാളം ഇറാഖിലിറങ്ങി അവിടെ ഈ ദീനിൻ്റെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്ന, ആധുനിക ലോകത്തിലെ 2ാം ബദർ യുദ്ധം നടക്കുന്നത് പോലെയാണ് ഇവരുടെ വ്യാഖ്യാനവും വെപ്രാളവും തത്രപ്പാടും പുട്ടിയിടലും ഒക്കെ കണ്ടാൽ. അതുകൊണ്ട് നിങ്ങളോട് ഈ ഞാൻ പറയുന്ന അടിസ്ഥാനപരമായ സംഗതിയുണ്ട്. ഏതാ ഞാൻ പറഞ്ഞ അടിസ്ഥാനപരമായ സംഗതി? ഈ ലോകത്തിലെ 2 മനുഷ്യത്വത്തിൻ്റെ മാനവികതയുടെ ശത്രുക്കൾ എന്ന് അവരവരുടെ രാജ്യങ്ങൾ പോലും തിരിച്ചറിഞ്ഞ, എന്ന് പറഞ്ഞാൽ അമേരിക്കയിലും ഇസ്രയേലിലും ഒക്കെ അതിനെതിരെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ അവർക്കെതിരെ നടക്കുന്നുണ്ട്. ആ തിരിച്ചറിഞ്ഞവരെ കൊല്ലപ്പെടുന്നവർ മഹാദുഷ്ടന്മാരാണെന്ന് വരുത്തി അവർക്ക് പുട്ടിയിട്ട് കൊടുക്കുന്നത് അങ്ങ് നിർത്തണം. അതൊരു വലിയ വൈരുദ്ധ്യമാണ്. നമ്മളിലെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നൊക്കെ പറയുന്നത് പോലെ ഇതൊരു വൈരുദ്ധ്യാത്മക ആത്മീയ വരട്ടുവാദമാണ്. വിൽക്കില്ല ഇത്. ലോക ജനത തന്നെ എടുക്കുന്നില്ല, പിന്നല്ലേ നിങ്ങൾ 3-4 പേര് ഇവർക്ക് പുട്ടിയിട്ട് കൊടുക്കാൻ നടന്നാൽ. അതുകൊണ്ട് ഈ പണിയൊക്കെ നിർത്തി നിങ്ങൾ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ, ഇതിപ്പോൾ അയിലക്കുടൽ പോലെ ഞാൻ ഈ പറയുന്നത് 5-6 മണിക്കൂർ വേണേ അങ്ങ് പറയും നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ തർക്കിച്ചുകൊണ്ടേയിരിക്കും. ഞാനിത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ നാട്ടിൽ മരണപ്പെട്ടു പോയ ഒരു പരീഞ്ഞുമാമയെക്കുറിച്ചാണ്. പരീഞ്ഞുമാമ ഒരു ചായക്കടയിൽ, ഇതൊരു എന്താ പറയുന്നത്, ഒരു നല്ല ഉപമയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമായിട്ട് നിങ്ങൾ എടുക്കണ്ട, ഇതൊരു തമാശയായി കണ്ടാൽ മതി. പരീഞ്ഞുമാമ ഒരു ചായക്കടയിൽ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന പോലത്തെ ചില ഞരമ്പ് മുജാഹിലുകൾ അവർ വലിയ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി പരീഞ്ഞുമാമ പള്ളിയിലുമൊക്കെ വെള്ളിയാഴ്ചയും പെരുന്നാളിലും ഒക്കെ പോകത്തുള്ളൂ. മാമായ അങ്ങോട്ട് വിചാരണ ചെയ്യാൻ തുടങ്ങി, പ്രവാചകനെയും റസൂലിൻ്റെയും കാര്യം പറഞ്ഞു. അപ്പോൾ മാമ തിരിച്ചു ചോദിച്ച്, നീ എല്ലാം റസൂല് പറയുന്ന പോലെ ചെയ്യത്തുള്ളൂടാ? ചെയ്യത്തുള്ളൂ. റസൂല് കാണിക്കുന്ന പോലെ നീ കാണിക്കത്തുള്ളൂ? കാണിക്കത്തുള്ളൂ. അപ്പോൾ ചോദിച്ച്, നീ പുട്ടും പഴമല്ലയോടാ തിന്നുന്നത്? റസൂല് പുട്ടും പഴവും തിന്നിട്ടുണ്ടോടാ എന്ന് പരീഞ്ഞുമാമയുടെ ഒരു ന്യായം ചോദിച്ചു. സത്യത്തിൽ ഇതുപോലെ പറയുന്നവരോട് ആ ന്യായം പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലായെങ്കിലും മനസ്സിലാകാത്തതുപോലെ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. കാരണം എന്താ? ഇവർ കൊട്ടേഷൻ എടുത്തിരിക്കുക. എന്ത് കൊട്ടേഷൻ? ഈ 2 ആഗോള സുന്നി നേതാക്കളായ ട്രംപിനെയും നെതന്യാഹുവിനെയും പുട്ടിയിട്ട് വെളുപ്പിക്കുക എന്ന് പറയുന്ന കൊട്ടേഷൻ. അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ നിൽക്കുന്നവരെല്ലാവരും വൈറ്റ് വാശുകാരും പെയിൻ്റടിക്കാരും ഒക്കെയായി തോന്നുന്നത് സ്വാഭാവികമാണ്. സന്തോഷം, അത് ബഹുമാനാദരങ്ങളോടെ സ്വീകരിക്കുന്നു. ഇനിയും പറയും, അനീതിക്കെതിരെ മർദ്ദിതൻ്റെ പക്ഷത്ത് നിന്ന്.